ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മഹാരാഷ്ട്ര ട്രഡീഷണൽ ഫുഡ് റെസിപ്പിയാണ്. ഇതൊന്ന് നിങ്ങൾക്ക് ചായക്കൊപ്പം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് ഹെൽത്തിയുമാണ് കേട്ടോ. ചേമ്പ് നമ്മൾ മലയാളികൾക്ക് സുപരിചിതമാണ്. ചേമ്പിൻ്റെ കിഴങ്ങും താളും കൊണ്ട് നമ്മൾ കറി വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും വെറുതെ കളയാറില്ല. ചേമ്പിൻ്റെ ഇല കൊണ്ടൊരു ചെറുകടിയായാലോ? വരും നമുക്ക് നോക്കാം. ആദ്യമായി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചേമ്പില, കുക്കിംഗ് ഓയിൽ, ആവശ്യത്തിന് വെള്ളം, കടലമാവ് 1/4 കിലോ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂണിൽ കുറവ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പെരുംജീരകം 1/4 ടീസ്പൂണിൽ കുറവ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുറച്ച് മല്ലിയില, 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അരമുറി നാരങ്ങ. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ജാറിലിട്ട് അരച്ചെടുക്കാം. ഗരം മസാല, മല്ലിപ്പൊടി, ജീരകം, മുളക് പൊടി, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ച് ഒരു മിശ്രിതമാക്കാം. നമ്മളിതെല്ലാം കൂടെ അരച്ച് ഒരു മിശ്രിതമാക്കി. കടലമാവിൽ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇതിനകത്തേക്ക് നമ്മൾക്ക് അരച്ചു വച്ചിരിക്കുന്ന മിശ്രിതം ചേർക്കാം. ഇതിനകത്തേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ചേമ്പിലയുടെ നടുകയുള്ള വെയിൻ ഒരു കത്തി ഉപയോഗിച്ച് ചിക്കിക്കളയണം. അതിനുശേഷം ചപ്പാത്തി പരത്തുന്ന പലക ഉപയോഗിച്ച് നന്നായി പരത്തണം. ഇതിനകത്തേക്ക് നമ്മൾ കടലമാവ് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം അടുത്ത ഇല ഇതിൻ്റെ മേളിൽ വെക്കണം. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വെക്കേണ്ടത്. മടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുന്നത്. ഇതിൻ്റെയും ഈ മെയിൻ വെയിൻ കത്തി ഉപയോഗിച്ച് ചിരണ്ടി കളഞ്ഞതാണ്. അതിനുശേഷം ചപ്പാത്തി പലക ഉപയോഗിച്ച് മൊത്തം പരത്തിയതാണ്. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ മിശ്രിതം തേച്ച് പിടിപ്പിക്കാം. ഈ മിശ്രിതം നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾക്ക് മടക്കാം. ഇതിങ്ങനെ റോള് ചെയ്യുക. അതിനുശേഷം ഓരോ ഭാഗത്തും നമ്മൾ ഈ കടലമാവ് തേച്ച് പിടിപ്പിക്കുക. പിന്നെ റോള് ചെയ്യുക. അപ്പോഴും കുറച്ച് കടലമാവ് നമ്മൾ ഇതിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കണം. റോളിൽ ഇതിനുശേഷം നമ്മൾക്കിത് സ്റ്റീം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ചൂടാക്കാൻ വെച്ചിരിക്കുന്ന അപ്പച്ചെമ്പിൻ്റെ അകത്തേക്ക് ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് 15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നമ്മൾക്കിത് വെന്ത് പാകമായെന്ന് നോക്കാം. ഇത് വെന്ത് കഴിഞ്ഞു.
ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾക്കിത് ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. ചൂടാറി കഴിഞ്ഞു, നമ്മൾക്കിത് മുറിക്കാം. നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. നമ്മളിത് ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് ഷാലോ ഫ്രൈയും ചെയ്യാവുന്നതാണ്, പക്ഷെ നമ്മളിവിടെ ഡീപ് ഫ്രൈ ആണ് കാണിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു, നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ക്രിപ്സ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് മഹാരാഷ്ട്രീയൻ ട്രഡീഷണൽ ഡിഷായ ആലു വടി. ഇത് വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ.